Dear student, Assalamu alaikum. Welcome back to our class. Okay, then today we want to discuss topic simplification of fraction. Simplification of fraction. Simplification of fraction. Okay. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ദിസ് എക്സാമ്പിൾ. സിംപ്ലിഫൈ 10 minus 3 divided by 7 into 5 plus 2. 10 minus 3 divided by 7 into 5 plus 2. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് സോൾവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആൻസർ കിട്ടാൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിലേക്ക് നോക്കുമ്പോൾ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഡിവിഷൻ്റെ സ്റ്റെപ്പ് ആദ്യം ചെയ്യുക, പിന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക, ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനൊരു ഓപ്പറേഷൻ വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 3 divided by 7 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 10 minus 3 divided by 7 into 5 plus 2. അപ്പോൾ 10 minus 3 divided by 7 into 5 എന്തായിരിക്കും? ആദ്യം 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3/7. ഓക്കെ, അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 3/7 എന്ന് പറഞ്ഞാൽ 3നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/7. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 5 15/7. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 15/7 plus 2. ഇനി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 10ഉം 2ഉം ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 10 plus 2 12. ഓക്കെ, 12 minus 15/7. ഇനി ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് 12 minus 15/7. Yes, 84 minus 15 divided by 7, that is equal to 69/7. Okay, 69/7. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്തത്? ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? 10ഉം 2ഉം ആഡ് ചെയ്തു. ദെൻ നമ്മൾ 12 മീൻസ് 10 plus 2 12. 12 നമ്മൾ 15/7 സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് 69/7. ക്ലിയർ? എഴുതാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന ഓപ്പറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡിവൈഡ്, മൾട്ടിപ്ലൈ, ആഡ്, then subtract. Divide, multiply, add, subtract. Okay, then let's move the next operation involving brackets. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒന്നും കാണാനില്ല ഈ ഓപ്പറേഷനിലെ. അപ്പോൾ നമ്മൾ ആ റൂൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തു, കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. ഇനി ഓപ്പറേഷൻ ഇൻവോൾവിങ് ബ്രാക്കറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓൾറെഡി നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ബ്രാക്കറ്റ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. യെസ്, ഓപ്പറേഷൻ ഇൻവോൾവിങ് ബ്രാക്കറ്റ്സ്. ഓപ്പറേഷൻ ഇൻവോൾവിങ് ബ്രാക്കറ്റ്സ്. Operation involving brackets. Operation involving brackets.
Let's take this question. Solve 224 divided by 8 plus 24 into 10 minus 8. Okay. ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓപ്പറേഷൻ ഇൻവോൾവിങ് ബ്രാക്കറ്റ്സ്. അപ്പോൾ ബ്രാക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡിവിഷൻ നോക്കും. ആ ഡിവിഷനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ ആഡ് ചെയ്യും, ദെൻ സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഈ ബ്രാക്കറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബ്രാക്കറ്റിൻ്റെ കേസിൽ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുക? ബോഡ്മാസ് ബ്രാക്കറ്റ്. ഓക്കെ, ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഓർഡർ ഡിവിഷൻ multiplication, addition and subtraction. Okay, yes. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കുക? ബോഡ്മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റൂൾ ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് എന്നാ പറഞ്ഞല്ലേ, ബ്രാക്കറ്റ് നിങ്ങൾ സോൾവ് ചെയ്യണം. ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ സോൾവ് ചെയ്യണം. ഇനി ബ്രാക്കറ്റ് തന്നെ റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ ഏത് ബ്രാക്കറ്റ് ഉള്ളതാണ് ആദ്യം ചെയ്യുക? റൗണ്ട് ബ്രാക്കറ്റ് ഫസ്റ്റ്. അപ്പോൾ ബോഡ്മാസ് ഉപയോഗിച്ചാണ് ഇങ്ങനെ ബ്രാക്കറ്റ് കേസ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? റൗണ്ട് ബ്രാക്കറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് 224 divided by 8 plus 24 into ഇവിടെ റൗണ്ട് ബ്രാക്കറ്റിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, 10 minus 8. അത് നമുക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10 minus 8? 2. ബാക്കിയൊക്കെ അതേപോലെ തന്നെ നമ്മൾ എഴുതി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി ഏത് ബ്രാക്കറ്റ് സോൾവ് ചെയ്യേണ്ടത്? കേളി ബ്രാക്കറ്റ്. റൗണ്ട് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ കേളി ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 8 plus 24 into 2 48. ദെൻ ലാസ്റ്റ് നമുക്ക് ക്ലോസ് ബ്രാക്കറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്യാം. 8 plus 48 56. ദെൻ ലാസ്റ്റ് നമുക്കിവിടെ 224 divided by 56. 224 divided by 56 നമുക്ക് ആൻസർ വരാം. ഓക്കെ, നമുക്കിത് ചെയ്യും. ഫസ്റ്റ് എന്താ ചെയ്തത്? റൗണ്ട് ബ്രാക്കറ്റിൽ ഓപ്പറേഷൻ ചെയ്തു, ദെൻ കേളി ബ്രാക്കറ്റിൽ ഓപ്പറേഷൻ ചെയ്തു, ദെൻ ക്ലോസ് ബ്രാക്കറ്റിൽ ഓപ്പറേഷൻ ചെയ്തു, പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിവൈഡ്. ഇങ്ങനെ 224 divided by 56 എന്നാണ് ഓപ്പറേഷൻ വന്നത്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടി. ക്ലിയർ? ഡേറ്റ് ഡൗൺ. Okay, then next question. Next question. Simplify 9 1/3 divided by 3/5. So there is, before that, one question. Rewrite it. 81 into
59 minus 7 into 8 plus 13 minus 2 into 5. 2 into 5. 59 minus 7 into 8 plus 13 minus 2 into 5. ഇവിടെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഏതാ ഫസ്റ്റ് ചെയ്യേണ്ടത്? യെസ്, നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യും. 81 into 59 minus 7 into 8 plus 13 minus 2 into 5, 10. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ റൗണ്ട് ബ്രാക്കറ്റിൽ 13 minus 10 ചെയ്യാം. 81 into 59 minus 7 into 8 plus 13 minus 10, 3. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് റൗണ്ട് ബ്രാക്കറ്റിൽ ചെയ്തപ്പോൾ 3 എന്നാണ് ആൻസർ കിട്ടിയത്. 3. ഇനി നമ്മൾ കേളി ബ്രാക്കറ്റാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ 7 into 8 ചെയ്യണം ആദ്യം അല്ലേ? അത് നമുക്ക് ചെയ്യാം. 81 into 59 minus 7 into 8, 56. 56 plus 3. 56 plus 3, 56 plus 3, 59. 59. ഓക്കെ, ദെൻ 81. ഇനി നമുക്ക് ക്ലോസ് ബ്രാക്കറ്റുള്ള അല്ലേ ലാസ്റ്റ്? 59 minus 59, 0. 81 into 0, 0. ആൻസർ വിൽ ബി 0. ഓക്കെ, റൈറ്റ്. ആദ്യം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റുകൾ ചെയ്തു, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്തു, ദെൻ ക്ലോസ് ബ്രാക്കറ്റ് ചെയ്തു. ക്ലോസ് ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത്. 0നെ 81 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് 0. ഓക്കെ, okay, the next question. Write the next question. Simplify 9 1/3 20. ഇത് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 9 1/3. അപ്പോൾ 27 plus 1, 28/3 divided by 3/5 ഓഫ് മീൻസ് ഇൻറ്റു. ഓഫ് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓഫ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ. ദെൻ 7/9 into 4/5. ദെൻ ലുക്ക് 3 9 കോമൺ ഫാക്ടർ ഉണ്ടല്ലേ? ഏതാ കോമൺ ഫാക്ടർ? 3 ആസ് എ കോമൺ ഫാക്ടർ. 3ൽ 3 1 ടൈം, 9ൽ 3 ടൈംസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കോമൺ ഫാക്ടർ ഏതാ വരുന്നത്? കോമൺ ഫാക്ടർ യെസ്, നമുക്കിവിടെ
28/3 divided by 7 by 5 into 3 50 into 4/5 ഇങ്ങനെ വരും നെക്സ്റ്റ് സ്റ്റെപ്പിൽ അല്ലേ. യെസ് 28/3 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ 1 into 7 7 5 into 3 15 into 4/5. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ 28/3നെ 7/15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 28/3നെ 7/15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, 7/15ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 28/3നെ മൾട്ടിപ്ലൈ ചെയ്യും 7/15ൻ്റെ റെസിപ്രോക്കൽ 15/7 to 4/5. ഓക്കെ. ദെൻ ഈ 7ലും 28ലും കോമൺ ഫാക്ടർ 7 കോമൺ ഫാക്ടറാണ്. അപ്പോൾ 4. ഓക്കെ. ദെൻ ഈ 3നെയും 15നെയും സിംപ്ലിഫൈ ചെയ്യാം. 3 ഉണ്ട്. 3ൽ 3 1 ടൈം, 50ൽ 3 5 ടൈം. ഓക്കെ. ദെൻ ഈ 5നെയും 5നെയും സിംപ്ലിഫൈ ചെയ്യാം. ലാസ്റ്റ് 4 into 4 equal to 16. ക്ലിയർ? അപ്പോൾ എന്താ ഫസ്റ്റ് ചെയ്തത്, 9 1/3നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ഡിവൈഡ് ബൈ 3/5 ഓഫ് 7/9 എന്നല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കോമൺ ഫാക്ടർ ഉണ്ട് 3 9ഉം സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ. യെസ്. ഇപ്പം നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്തതിൽ ലാസ്റ്റ് 28/3 ഡിവൈഡ് ബൈ 7/15 into 4/5 കിട്ടി. നമ്മളതിനെ 28/3നെ 7/15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ സിംപ്ലിഫൈ ചെയ്തു. ലാസ്റ്റ് 16 ആൻസർ വന്നു. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ഈ ഓഫ് എന്നുള്ളൊരു ഇത് കണ്ടോ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിംപ്ലിഫൈ ദ നമ്പർ ജോയിൻ ബൈ ദ ഓപ്പറേഷൻ ഓഫ്. സിംപ്ലിഫൈ ദ നമ്പർ ജോയിൻ ബൈ ദ ഓപ്പറേഷൻ ഓഫ്. ഓഫ് എന്നുള്ള ഓപ്പറേഷൻ അല്ലേ, ആ വരുന്ന ഭാഗത്തുള്ള നമ്പേഴ്സുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം ആദ്യം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ simplify simplify 43 of 1/86 divided by 1/14 into 2/7 plus 9/4 minus 1/4. 43 of 1/86 divided by 1/14 into 2/7 plus 9/4 minus 1/4. First എന്താ പറഞ്ഞത്, simplify the numbers joined by the operation of. Joined by the operation of. Simplify the numbers joined by the operation of. നമ്മൾ ആദ്യം അത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് കണ്ടോ 43 of 1/86. അപ്പോൾ ആദ്യം നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ 43ലും 86ലും കോമൺ ഫാക്ടർ 43 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ഇവിടെ 2. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ആൻസർ 1/2 = 1/2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1/2. 1/2 divided by 1/40 into 2/7 plus 9/4 minus 1/4. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മളിവിടെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2നെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/14ൻ്റെ റെസിപ്രോക്കൽ 14/1. ഓക്കെ. ദെൻ ഇൻറ്റു 2/7 പ്ലസ് 9/4 മൈനസ് 1/4. ഇപ്പോൾ ഇവിടെ 2നെയും 14നെയും സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 2നെയും 14നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായാലും 2നെയും 14നെയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യെസ് 7.
2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 1 7. ഇനി 7 സിംപ്ലിഫൈ ചെയ്യാം. 1 1. ഓക്കെ, അപ്പോൾ 1 × 1 × 2 2 ഡിവൈഡ് ബൈ 1 × 1 × 1 1 പ്ലസ് 9/4 മൈനസ് 1/4. ഓക്കെ, നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കിവിടെ 4 വരുന്നുണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ 4, ഇവിടെ 1. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് LCM എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് LCM എടുക്കാം. 1 × 4 × 4 × LCM 4. അപ്പോൾ ഇവിടെ നമ്മൾ 4 ആക്കാൻ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 × 4 8 ഡിവൈഡ് ബൈ 4 മീൻസ് 8 പ്ലസ് 9 മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 4. ഡിനോമിനേറ്റർ സെയിം ആക്കിയില്ലേ. അപ്പോൾ നമ്മളിവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പോൾ ഇവിടെ 2 × 4 8 ആയി, പ്ലസ് 9 മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 8 പ്ലസ് 9 17. Then 17 minus 1 16. 16/4. Okay, 16/4 equal to 4. Equal to 4. Write down. Clear? First നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഈ ഓഫ് എന്ന് വരുന്ന ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്തു. ദെൻ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു, ഇവിടെ സിംപ്ലിഫൈ ചെയ്തു. ദെൻ നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. LCM സെയിം ആക്കിയിട്ട് സോൾവ് ചെയ്തു. The next question, simplify 4/7 divided by 1 2/7 minus 3/7. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക, ഇതെങ്ങനെ സോൾവ് ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, എന്നിട്ട് ഈ ബ്രാക്കറ്റുള്ളത് ഫസ്റ്റ് സോൾവ് ചെയ്യുക, ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, then our last question from this chapter. Yes, simplify 2 plus 5 into 1/2 plus 4/3 minus 1/10 plus 1/2 plus 1/2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പറേഷൻ ചെയ്യാം അല്ലേ. യെസ്, നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, 2 plus 5 into 1/2 plus 4/3 minus 1/10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 4 × 10 40 minus 1 × 3 3 all divided by 3 × 10 30 plus 1/2. Okay, then 2 plus 5 into 1/2 improper fraction ആക്കാം. Okay, 1 × 2 2 plus 1 3 3/2 plus 40 minus 3 37/30 plus 1/2 3/2. Okay, then 2 plus 5 into നമുക്ക് ഈ കേളി ബ്രാക്കറ്റുകൾ ചെയ്യണം അല്ലേ. കേളി ബ്രാക്കറ്റിൽ ഏതാണ് ഓപ്പറേഷൻ, 3/2 plus 37/30 3/2 plus 37/30. അപ്പോൾ നമുക്ക് LCM എടുത്ത് ചെയ്യാം. 2 × 30 × LCM 30. അപ്പോൾ ഇവിടെ 30 ആക്കാൻ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 3 × 15 45. അപ്പോൾ നമുക്കിവിടെ 45
plus 37 all divided by 30 plus 3 by 2. Okay, then 2 plus 5 into 45 plus 37. Yes. 82. അപ്പോൾ നമുക്ക് ഇവിടെ 82 by 30 plus 3 by 2. ഇതാ ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ 2 plus 5 into 82 by 30 plus 3 by 2. ഓക്കെ, അപ്പോൾ ഇവിടെ 35നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 30ന് 5ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് 5ൽ 5 1 ടൈം, 30ൽ 5 6 ടൈംസ്. ഓക്കെ, ദെൻ നമുക്ക് 82നും 6നും സിംപ്ലിഫൈ ചെയ്യാം. ഏതുകൊണ്ട്? 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. 6ൽ 2 3 ടൈംസ്, ദെൻ 41 ടൈംസ്, then 41 by 3. 41 by 3. Okay, നമുക്ക് 2 plus 41 by 3 plus 3 by 2. നമുക്ക് ലാസ്റ്റ് ക്ലോസ് ബ്രാക്കറ്റിൽ ചെയ്യാം. 2 plus 41 by 3. Find 2 plus 41 by 3. Hmm, 2 plus 41 by 3, 47 by 3 plus 3 by 2. 47 by 3 plus 3 by 2. Yes, 1 not. നമുക്ക് LCM എടുത്തോ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ എടുത്തോ ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 103 by 6. ഓക്കെ, 103 by 6. ക്രോസ് മൾട്ടിപ്പിൾ എടുത്തിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ LCM സെയിം ആയിട്ട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ വരിക 103 by 6. ഇനി ഇതിനെ നിങ്ങൾ ലാസ്റ്റ് ആൻസർ ചെയ്ത് ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ്റെ ഫോം ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, മാർക്ക് യുവർ ഹോംവർക്ക്. Exercise 2.4, question number 3, 5. Question number 3 and 5 as your homework. Okay, 3 and 5. Then dear students, we almost covered our chapter fractions. Okay, then see you next class with our third chapter. Thank you.